ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ടോപ്പ് സിംഗർ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റൗണ്ടുകളായാലും പറയുന്ന കമൻസ് ആയാലും ഒക്കെ കുറച്ച് കൂടുതൽ ടഫായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ വന്നിരിക്കുന്നത് 3 പുതിയ റൗണ്ട്സുമായിട്ടാണ്. ഒരു സ്റ്റേജ് ഇവിടെ അവസാനിച്ചു, അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 3 റൗണ്ട്സ് ആണ് കേട്ടോ നമുക്കുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വിദഗ്ധരോട് ചോദിച്ചു നോക്കാം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം MJ അങ്കിൾ. കുറച്ചു നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ, ഒരു നിത്യഹരിത റൗണ്ട് വേണം. അതെ, എവർഗ്രീൻ അല്ലേ. മറ്റേ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ആര്യ ചേച്ചിയുടെ ഫേവറേറ്റ് പെർഫോമൻസ് റൗണ്ട് എനിക്ക് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് നമ്മൾ അതൊന്നും കൂടെ ലെവലപ്പ് ചെയ്തിട്ട് സൂപ്പർ ഹിറ്റ് പെർഫോമൻസ് റൗണ്ട്. ഇനി 3ാമത്തെ റൗണ്ട് മധു അങ്കിൾ. ഏതൊക്കെ റൗണ്ട് വന്നാലും ഒരു റൗണ്ട് സ്ഥിരമായി ഉണ്ടാകും. അതാണ് മെലഡി. എന്റെ കൊച്ചു മുതലാളി. അപ്പൊ നമുക്ക് 3 കിടിലൻ റൗണ്ട് ആണുള്ളത്. ഒന്ന് MJ അങ്കിൾ പറഞ്ഞ പോലെ നിത്യഹരിതം എവർഗ്രീൻ റൗണ്ട് ആണ്. പിന്നെ സൂപ്പർ ഹിറ്റ് പെർഫോമൻസ് ഉണ്ട്. എല്ലാ പ്രാവശ്യത്തെയും പോലെ മെലഡി ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ, മെലഡി റൗണ്ടും ഉണ്ട്. അപ്പൊ ഈ 3 റൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എക്സൈറ്റഡ് അല്ലേ 3 പേരും? ഇനി നമ്മുടെ എവർഗ്രീൻ ഹിറ്റ്സാ വരാൻ പോകുന്നത്. ഈ റൗണ്ട് വരുമ്പോ എല്ലാവർക്കും സന്തോഷമായിരിക്കും. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടായിരിക്കുമല്ലോ വരിക. ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളാണ്. പക്ഷെ പാടാൻ എത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്, സാരംകുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സാരംഗ് ഓൺ സ്റ്റേജ്. ഹലോ, ഹായ്. നമ്മുടെ ജെന്റിൽമാൻ. ഇന്ന് മുടിയൊക്കെ മുകളിലേക്ക് പൊക്കിയിട്ടുണ്ടല്ലോ. സ്പൈക്ക. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 ഒരു അപൂർവ രാഗമാണ്. അതെ, സാരംഗ് മാറിൽ അണിയും ഒരു അപൂർവ രാഗം ആണോടി? ആയിരിക്കും. അതിപ്പോ എല്ലാവർക്കും ഒരു സ്ഥിരം ആൻസർ ആയിട്ടുണ്ട്. ആയിരിക്കും, പകർന്നു. അതെ, ഏത് പാട്ടാ? എന്താണ് ഈ പറയുന്ന ഉദ്ദേശം? അതെ, കുറച്ച് സമാധാനത്തിലൊക്കെ നിൽക്കുന്നു. സന്ധ്യ മയങ്ങും നേരം എന്ന പാട്ട് പാടാൻ, അത് പാടാനാണ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് മ്യൂസിക് അയ്യോ ദേവരാജൻ മാസ്റ്റർ. ദേവരാജൻ യേശുദാസ് സാർ. മൂവി മയിലാടും തുറയോ? മയിലാടും തുറ എന്നാണ് പറയാൻ വന്നേ. മയിലാടും കുന്ന്. ഓക്കെ. വർഷം 1972. വെരി ഗുഡ്. പെട്ടെന്ന് ഡീറ്റെയിൽസ് കിട്ടിയില്ല. ഒരു പ്രശ്നമില്ല, സെറ്റാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മയങ്ങും നേരം ഗ്രാമ ചന്ത പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു മയങ്ങും നേരം ഗ്രാമ ചന്ത പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു മയങ്ങും നേരം. കാട്ടുതാരാവുകൾ
കാതരമിഴികളോടെ മനസ്സിനുള്ളിൽ ഒളിച്ചു പിടിക്കും സ്വപ്നരത്നഖനിയോടെ കാക്കചേക്കേറും കിളിമരത്തണലിൽ കാതരമിഴികളോടെ മനസ്സിനുള്ളിൽ ഒളിച്ചു പിടിക്കും സ്വപ്നരത്നഖനിയോടെ ഒരുങ്ങി വരും സൗന്ദര്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം നിന്റെ മൗനം സന്ധ്യമയങ്ങും നേരം ഗ്രാമ ചന്ത പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നോ എനിക്കെന്തു നൽകാൻ വന്നു ഓ സന്ധ്യമയങ്ങും നേരം. താങ്ക് യു സർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മോനെ. ബ്യൂട്ടിഫുൾ. സാരംകുട്ടാ, ഓ പണ്ട് ദേവരായ മാസ്റ്ററുടെ തിരുവനന്തപുരത്തുള്ള കരമനയിലെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ചില ഗാനമേളകളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഇതിന്റെ നൊട്ടേഷൻ എനിക്ക് കാണുവാനും അത് പഠിക്കുവാനും ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. വയലിൻ വായിച്ച് അവസാനം മൈനർ കൊണ്ട് നിർത്തി അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, വളരെ നന്നായിരിക്കുന്നു. അത് പറയുക അത് ഇതിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. അത് ഇവിടെ തീരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയല്ല, തീരുന്നില്ല, ഒരു സെമി കോളൻ പോലെയാണ് ആ മൈനർ വന്ന് നിൽക്കുമ്പോൾ. ആ ഒറിജിനൽ സ്കെയിലിൽ തന്നെ അതിന്റെ റിലേറ്റീവ് മൈനറിൽ വന്നു. അത് ഭയങ്കര രസമുള്ളതാണ്. സാരംകുട്ടാ, എന്തോ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. മോന് ശബ്ദം ഇങ്ങനെ ചെറുതായിട്ട് മാറുന്നതിന്റെ ഒരു ടെൻഡൻസി ലാഞ്ചന വന്നിട്ടുണ്ട്. ടെൻഡൻസി വന്നിട്ടുണ്ട്. അതെ അതുകൊണ്ട് ഇതിന്റെ ഒരു റേഞ്ചിലെ ദേവരായ മാസ്റ്ററുടെ പാട്ടുകൾക്ക് മൊത്തം ഒരു റേഞ്ച് ഉണ്ടാവും. താഴത്തെ പാ തൊട്ട് മേളത്തെ പാ വരെ സാധാരണ സിയിലൊക്കെ ആണെങ്കിൽ അത്ര ഉണ്ടാവും. അപ്പൊ ആ റേഞ്ച് മോന് ഇപ്പൊ എടുക്കാനായിട്ട് കുറച്ച് ടഫാണ്. എന്നാലും സെക്കൻഡ് ചരണത്തില് ഒരുങ്ങി വരും സൗന്ദര്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം നിന്റെ മൗനം എന്നുള്ളത് ഒരു സലാം അർഹിക്കുന്ന ഒരു സാധനം. താങ്ക് യു സർ. യെസ്. ഞാനവിടെ എത്തിക്കും എന്നുള്ള വാശി. അതെ ആദ്യത്തെ തന്നെ Determination. അതെ ആദ്യത്തെ ഈ ഒരു പോർഷൻ ഇല്ലേ, അതായത് അനുപല്ലവിയില് അങ്ങനെ അത്ര പെർഫെക്റ്റ് ആയില്ല, അത് പോയി മനസ്സിലായ ജീറ്റി പോയി. രണ്ടാമത്തെ ശരിയാക്കണം എന്നുള്ളൊരു വാശി ശരണം ശരിയാക്കിയതാ. അത് ദൃഢമായിട്ടുള്ള നിശ്ചയമുണ്ട്, ഡിറ്റർമിനേഷൻ പറഞ്ഞില്ലേ, ആ ഡിറ്റർമിനേഷൻ. താങ്ക് യു. ചെറിയ കഴിയുന്നില്ല, വലിയ കഴിവ് കൊടുക്കണം ശരിക്ക്. ആ ലൈനാണ് ഇതിൽ ഹൈലൈറ്റ് നമ്മുടെ സാരംകുട്ടൻ പാടിയതില്. പിന്നെ എനിക്ക് കുറച്ച് സജഷൻസ് പറയാം. ഇപ്പോ സന്ധ്യമയങ്ങും, അപ്പൊ ആദ്യത്തെ നോട്ട് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്ധ്യമയങ്ങും നേരം അങ്ങനെ വരണം. സന്ധ്യമയെന്ന് പാടിക്കഴിഞ്ഞാൽ അതിന് സുഖമില്ല. സന്ധ്യമയങ്ങും അങ്ങനെ പാടറാ. സന്ധ്യമയങ്ങും നേരം. പിന്നെ വാക്കുകള് പ്രൊണൗൺസ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ സന്ധ്യ അല്ല സന്ധ്യ. സന്ധ്യ സന്ധ്യ എന്നാ പാടരുത്, സന്ധ്യ ധായാണ്. അതുപോലെ എന്തിനീന്ന് പാടില്ലേ, അതില്ലേ, അത് അതിന്റെ സംഗതിയുടെ സ്പീഡ് കുറച്ചുകൂടെ കൂടണം. ഇനി അതിന്റെ താഴ് നന്നാക്കിയ കായ്ക്ക് അത്ര ഇത് കൊടുക്കണ്ട. നൽകാൻ മതി, നൽകാൻ വേണ്ട. അതങ്ങനെ. ഇനി കാട്ടുതാറാവുകൾ ഇണകളെ തിരയും. ഇണക്കളെ പറഞ്ഞ പോലെ ഫീൽ ചെയ്യും. അതായത് മലയാളി പാടാത്ത പോലെ ഫീൽ ചെയ്യും ചിലത്. കാട്ടുതാറാവുകൾ
ഇണകളെ തിരയും യെസ്. കുറച്ചും കൂടെ കൂളായിട്ട് പാടാം അത്. കാട്ടുതാറാവുകൾ ഇണകളെ തിരയും ഇണകളെ അങ്ങനെ എടുത്തു പറയണ. ഇണകളെ തിരയും ഇണകളെ തിരയും കായലിനൂടെ അടുത്ത കടത്തു തോണികളിൽ എന്ന് പാടുക. അത് പാടിയേ കടത്തു തോണികളിൽ. കടത്തു തോണികളിൽ ആളുകയ കടത്തു തോണികൾ മതി, എത്ര മതി. കടത്തു തോണികളിൽ ആളുകയ അതുപോലെ കാതരമിഴികളോടെ. അത് കാത്തറ എന്ന് വേണ്ട, പഠിക്കാൻ. കാതരമിഴി അതായ അവരത് ആ. കാതരമിഴികളോടെ ബന്ധുരേ എന്ന് പറയുന്ന, ബന്ധുരം എന്ന് പറഞ്ഞാൽ മനോഹരം എന്നർത്ഥം. അപ്പൊ ബന്ധുര എന്ന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ആ മനോഹരിയായിട്ടുള്ളതെന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ ഹിന്ദിയിലും ബംഗാളിയിലൊക്കെ ബന്ധുര എന്ന് പറയുന്നത് ഒരു ഫ്രണ്ടിനെ വിളിക്കുന്ന. സുനോ മേരെ ബന്ധുരേ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അതില് ബന്ധുര എന്ന് വിളിക്കുന്നത് ഫ്രണ്ടിനാണ്. അപ്പൊ അതൊക്കെ മനസ്സിൽ ചിലപ്പോൾ കാണുമായിരിക്കും വയലാർ സാറിന്, ഇത് ബന്ധുരേ. അപ്പൊ ബന്ധുര എന്നുള്ളത് ഇങ്ങനെ ഓപ്പൺ ആണ്, കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പഠിക്കേ. അങ്ങനെ വരെ രാഗ കുറച്ചും കൂടെ സോഫ്റ്റ്. രാഗ വേറൊരു സംഗതി ഇല്ലേ, അത് ആ റേഞ്ച് ആയതുകൊണ്ടാണ് മോന് ബുദ്ധിമുട്ട്. പക്ഷെ ഒരു ഉഗ്രൻ ട്രൈ ആയിരുന്നു കേട്ടോ. സാരംകുട്ടാ, എന്താ സാർ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണത്തിന്റെ സെക്കൻഡ് ഹാഫ് പാടിയില്ലേ, ഹൈപ്പിച്ച് പാടിയില്ലേ, വാശിയില്. അല്ല എന്നാലും മനസ്സൊരു ദൃഢനിശ്ചയത്തിന് പാടിയില്ലേ. അതെന്നെ പറഞ്ഞേ, അത് ഞാൻ ശരിയാക്കുന്നുള്ളൊരു, അതാണ് വാശി എന്ന് പറഞ്ഞത്. നമുക്ക് നമ്മളോട് തന്നെയുള്ള വാശി. അതെ അല്ലേ. അപ്പൊ ആ ഭാഗം മുതൽ അവസാനിച്ച ഭാഗം വരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുങ്ങി വരും സൗന്ദര്യമേ, എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം. ആ ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ തുടക്കം സന്ധ്യമയങ്ങുന്ന ആ പല്ലവിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, സൂപ്പറായിരുന്നു. പാടിയത് ഭൂരിഭാഗവും നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. സാരംകൂട്ടനല്ലേ പാടണേ. പിന്നെ ഈ MJ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് ഈ MJ പറയാത്ത വേറൊരു കാര്യം തോന്നിയത്, പ്രതിഫലമാണോ നിന്റെ നാണം കഴിഞ്ഞിട്ട് പല്ലവി പാടുന്നില്ലേ, ആ ഭാഗം എന്റെ ഒന്ന് പാടാമോ ചരണത്തിന്റെ. നിന്റെ നാണം ഇപ്പൊ കുറച്ചും കൂടി ഒന്ന് സ്ലോ ആക്കി, മറ്റേ ടേക്കില് സ്പീഡ് കൂടിപ്പോയിരുന്നത്. നിന്റെ നാണം അതില് സരിക ഇന്നില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ ഒരു ഇതില ഒഴുകിയാ വന്നേക്കുന്നത്. അതെ, നിന്റെ നാണം അങ്ങനെ കണക്ട് ചെയ്ത് സന്ധ്യമായി കണക്ട് ചെയ്ത് അങ്ങനെ സന്ധ്യമായി. അതാണ് എന്റെ ഭംഗി. അതിന് വേണ്ടിട്ട് അങ്ങനെ വച്ചിരിക്കണേ അവിടെ. നിന്റെ നാണം സന്ധ്യമയങ്ങും ആണ് കേട്ടോ. അതുപോലെ തന്നെ ചരണത്തിലും. ഓക്കെ, ബാക്കിയെല്ലാം MJ പറഞ്ഞു. നല്ലൊരു, എനിക്കും പറയാനുള്ളത് അതാണ്, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അതിലൊരു ഭൂരിഭാഗവും സ്ഥലങ്ങളും വിജയിച്ചിട്ടുണ്ട്. ഇനി കുറെ കൂടി നന്നാവാനുണ്ട്. ഓക്കെ, സാരംകൂട്ടാ, ഒരുവിധം എല്ലാം MJ സാറും പറഞ്ഞു, മധുചേട്ടനും പറഞ്ഞു. അപ്പൊ ഇന്ന് എന്തൊക്കെയാ മനസ്സിലാക്കിയത് എന്ന് സാരംകൂട്ടൻ എനിക്ക് തിരിച്ചിങ്ങോട്ടേക്ക് പറഞ്ഞു തരണം. ഹൈ പിച്ചുള്ള പോർഷൻസ്, അങ്ങനത്തെ പാട്ട് എടുക്കാൻ പാടില്ല. പിന്നെ എല്ലാം ബേസ് റേഞ്ച് പാട്ടാണ് എടുത്തോണ്ടിരുന്നേ. നല്ലൊരു മിഡിൽ ആയിട്ടുള്ള ഒരു, നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള, സാരംകൂട്ടന് ഈസി ആയിട്ട് പാടാവുന്ന റേഞ്ച് ഉള്ള. ഇത് ഇനി ബേസിലുള്ള പാട്ട് മാത്രമാണ് എടുക്കണം. ഈ ആദ്യം എടുക്കേണ്ടത് താരകേ അതെടുക്കാം. മുഖം നോക്ക്. യെസ്. പിന്നെന്താ പഠിച്ചേ? പിന്നെ വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ ആ കടിച്ചു പിടിച്ച് പറയണ പോലെ പാടാതെ ഇണകളെ എന്ന് പാടുന്നതിന് പകരം കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയിട്ട് പാടാം. ഓക്കെ. പിന്നെ എന്റുകള് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാൻ കുറച്ചുകൂടെ കണക്ഷൻ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട്.
പിന്നെ അത്രയൊക്കെ ഉള്ളൂ അല്ലേ? അതെ അതെ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയിട്ട് soft. പാടാൻ വേണ്ടിയിട്ടും കൂടെ പറഞ്ഞു. അപ്പൊ എനിക്കും ഇത് തന്നെയാണ് തോന്നിയത് സാരംകൂട്ട. ബാക്കി എനിക്കും ഇഷ്ടപ്പെട്ടത് ചരണത്തിലത്തെ ലാസ്റ്റ് പോർഷൻ, ആ ഹൈ പോർഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പല്ലവി തുടങ്ങിയത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നല്ല 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 ഭാഗങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്. പിന്നെ അനുപല്ലവിയിലത്തെ തനിച്ചു വരും താരുണ്യമേ അത്ര ശരിയായില്ല എന്ന് പറഞ്ഞു. അവിടെ കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു, സ്ട്രെയിൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ശബ്ദം മാറുന്ന സമയമാണെന്ന് അറിയാം. അപ്പൊ ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാരംകുട്ടന് ഇന്ന് 97.5 താങ്ക് യു സാർ. അത്രയും പ്രതീക്ഷയില്ലായിരുന്നു തോന്നുന്നു അല്ലേ? നീ ഇത് കൂടുതൽ പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കാം. MJ അങ്കിൾ, ഇനി വരാൻ പോകുന്ന ആളെ ഉണ്ടല്ലോ, നമ്മള് ഇപ്പോ കണ്ടിട്ടില്ലാത്തൊരു തരത്തിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുവരെ നമ്മള് ഇങ്ങനെ ഒരു വേഷവിധാനത്തെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അബദ്ധവശാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോ സർപ്രൈസ് പോലും ഞാൻ കണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. ഞാനും ഒരു സീക്രട്ട് പറയട്ടെ. ഓ ചേച്ചി, അബദ്ധവശാൽ ഞാൻ വിചാരിച്ചു നിങ്ങളെങ്കിലും ഞെട്ടട്ടേന്ന്. മതങ്ങൾ അബദ്ധവശാൽ ഇറങ്ങിയായിരുന്നോ? ഇല്ല, അബദ്ധം പറ്റിയില്ല. പറ്റിയില്ല. അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും കാണാം. പക്ഷെ നല്ല രസമുണ്ട്. ഞങ്ങക്ക് രണ്ടാൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആവണിക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ആവണിക്കുട്ടി പൊന്നു ഓൺ സ്റ്റേജ്. ഹലോ. അയ്യോ, തച്ചോടി വന്നതിനെ കാത്തിരിക്കുന്ന തമ്പുരാട്ടി. അയ്യോ, അതാരാ? പേരോ അതെനിക്കറിയില്ല. ഉണ്ണിയാർച്ച പറഞ്ഞു. ഉണ്ണിയാർച്ച. ആരെങ്കിലും ആയിക്കോട്ടെ. കൊള്ളാം. എന്തായാലും കോസ്റ്റ്യൂം കലക്കി. താങ്ക് യു. നല്ല ഐശ്വര്യമുണ്ട് തമ്പുരാട്ടിയെ കാണാൻ. അതെ, താങ്ക് യു. അത് ഒറിജിനൽ അല്ലല്ലോ? അല്ലല്ല, വെച്ചതാ. ഏത് പാട്ടിനാണ്? കണ്ണെഴുതി. അത് അഞ്ജനക്കണ്ണ് എന്നാണ്, അഞ്ജന എന്നാണ് പാടുന്നത്. അഞ്ജന പാടുന്നേരം അഞ്ജനാന്നുള്ളൂ തോന്നുന്നു. അഞ്ജനമാണ്. അഞ്ജനാണ്. നമുക്ക് പാടാം, അഞ്ജന എന്ന് പാടാം, കുഴപ്പമില്ല. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. ഫിലിം തച്ചോളി ഒതേനൻ, പിന്നെ ഇയർ 1964, മ്യൂസിക് MS ബാബുരാജ് മാഷ്, പിന്നെ ലിറിക്സ് P ഭാസ്കരൻ മാഷ്, പിന്നെ പാടിയത് ജാനകി അമ്മ. വെരി ഗുഡ്. താങ്ക് യു. പിന്നെ പാടിയത് ജാനകിയമാണെങ്കിൽ ആദ്യം പാടിയതാരാ? പിന്നെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു. ഇപ്പൊ പാടുന്ന ആളെ പറഞ്ഞു. ഉണ്ണിയാർച്ച. ഉണ്ണിയാർച്ച പാടിക്കോ. താങ്ക് യു.
കാത്തിരുന്നു. തൂഷനില മുറിച്ചു വച്ചു തുമ്പപ്പൂ ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വച്ചു. പുള്ളുകളുറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരേ. അന്യന കണ്ണെഴുതി പാലിലെ താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. ദീപം തെയ്യത്തും 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 ദീപം തെയ്യത്തും. അടിപൊളി. നൈസ് നൈസ് വെരി നൈസ്. തെയ്തും തെയ്യത്തും തെയ്തും തെയ്യത്തും തെയ്തും തെയ്യത്തും തെയ്തും തെയ്യത്തും തെയ്തും തെയ്യത്തും തെയ്തും തെയ്യത്തും തെയ്തും തെയ്യത്തും. MJ uncle. കൊള്ളായിരുന്നു. കൊളമായിരുന്നു. രണ്ട് ലൈൻഡ് ആ. രണ്ട് ലൈൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. കൊള്ളാമായിരുന്നു. ആ കൊള്ളാം. കുറച്ച് ഇവിടെയൊക്കെ കൊണ്ടു. ആ ചിലതൊക്കെ ഇങ്ങനെ തെറിച്ചു പോയി. കൊണ്ട കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം നമ്മുടെ കന്നിവയൽ വരമ്പത്ത് കാലുച്ച് കേട്ട നേരം കല്യാണ മണിദീപം. ആ കൊണ്ടു. പിന്നെ തൂശനില മുറിച്ചു വെച്ചു. അത് ആ ആ പിന്നെ ഒരു ആക്ഷൻ എനിക്ക് കൊണ്ടു കേട്ടോ. പുള്ളുകളും എത്രയാണ് 1 2 3 4 5 6 അങ്ങനെയാണ്. ഒരു സെക്കൻഡിൽ എത്ര തവണ അത്? അത് പല സ്ഥലത്ത് കാണാൻ പറ്റുന്നത് അതൊരു രസമുണ്ട് അത് കാണുമ്പോ. ഒരു സെക്കൻഡിൽ എത്ര തവണ മൂവ് ചെയ്യുന്നുണ്ടത്? ഇങ്ങനെ അത് പൊന്നിന്റെ ഒരു കയ്യൊപ്പാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അത് കൂട്ടണ്ട. എനിക്ക് വേറൊരു സംഗതി ഞാൻ ഈ പാട്ടിൽ കേട്ടിട്ടുണ്ട്. അരപ്പുറവാതിലിൽ ഞാൻ കാത്തിരുന്നു. അതുണ്ടായിരുന്നോ? അതെവിടെ പോയി? അത് കേട്ടില്ലല്ലോ. ഞാൻ പാടി വന്നപ്പോ പെട്ടെന്ന് മറന്നുപോയി. പെട്ടെന്ന് ഞാൻ നോർമൽ ഇതിനെ പാടി. നോർമൽ തന്നെ പാടിപ്പോയി. അതാ മറന്നുപോയി എന്ന് പറഞ്ഞത്. അത് പറയുന്ന വേറൊരു വാക്കാണ് മറന്നുപോയി. ഇത്ര നന്നായിട്ട് പാടിയിട്ടാണ് അത് വിട്ടുകളഞ്ഞത്. ഇതൊക്കെ കൈ വെച്ചിട്ടാണ്. എന്നിട്ടാണ് മറക്കാമോ അങ്ങനെയൊക്കെ? അത് വലിയൊരു അപരാധമല്ലേ ചെയ്തത്? പക്ഷെ ഈ സംഗതി ഇപ്പൊ പാടിയപ്പോ എന്തൊരു പ്രതികാരമുള്ള പോലെ. ഞാൻ കുറച്ച് അങ്ങനെ വന്ന് അത് വേണ്ട. ബെറ്റർ. ഞാൻ കുറച്ചും കൂടെ സോഫ്റ്റ്. ഞാൻ സോഫ്റ്റ് ആക്കണം. ഇപ്പൊ സംഗതിയല്ലേ, അത്രയും സംഗതി വേണ്ട. ആ അതെ, അത് സോഫ്റ്റ്വെയർ ആയിട്ട് പാടിയത് നന്നായിരിക്കും. പിന്നെ വേറൊരു സജഷൻ എന്ന് പറയുന്നത്, ഇത് ശരിക്ക് ഈ നായികയുടെ പേര്, അതായത് ഇദ്ദേഹത്തിന്റെ പേര് ഇന്ന് എന്തെന്ന് അറിയാമോ? വാസക സജ്ജിക എന്നാ. ശരിക്കും? ആ ശരിക്കും. എന്താ വെച്ചാ അതാണ് ഭാസ്കർ മാസ്റ്റർ എഴുതിയിരിക്കുന്നത്.
ഈ നാട്യശാസ്ത്രത്തിൽ പിന്നെ നാട്യശാസ്ത്രത്തിലേക്ക് നമുക്ക് പോവാം. ഭരതമുനി അവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. അഷ്ടനായിക ആരത് ഭരതമുനി? ഭരതമുനിയുടെ comeback ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. Okay. Come on, മുനി. ഭരതമുനിയുടെ പുനർജന്മമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പുരിക ഭേദങ്ങളെ പറ്റി പറഞ്ഞു. പറഞ്ഞു. അതുപോലെ അഷ്ടനായികമാരുണ്ട്, 8 ഹീറോയിൻസ് ഉണ്ട് നമ്മുടെ നാട്യശാസ്ത്രത്തിൽ. അതിലെ ഒരു നായികയുടെ പേരാണ് വാസക സജ്ജിക. എന്താണ്? വാസക സജ്ജിക. വാസക സജ്ജിക. സജ്ജിക സജ്ജിക വാസക സജ്ജിക. സജ്ജിക. വാസക സജ്ജിക. എന്താ വെച്ചാ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നില്ലേ? മുടിവേലെ കെട്ടിവെച്ചു, പട്ടുടുത്തു, ചാന്തും തൊട്ടു, എന്നിട്ട് തൂശനില മുറിച്ചു, ഇതെല്ലാം കരുതി വെച്ചുകൊണ്ട് ആളെ കാത്തിരിക്കുന്ന ആളാണ് വാസക സജ്ജിക. സജ്ജിക. പക്ഷെ ഈ വാസക സജ്ജിക എന്ന് പറഞ്ഞ വ്യക്തിക്ക് യാതൊരു വേദനയില്ല, വളരെ സന്തോഷമാണ്. അപ്പൊ പക്ഷെ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്ന രീതി കുറച്ചും കൂടെ നന്നാവുന്ന എങ്ങനെയാ വെച്ചാൽ ഓരോ വരിയുടെയും അവസാനത്തെ വാക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കി നന്നായി. അഞ്ഞന കണ്ണെഴു തീ വരുന്നില്ലേ, അത് സോഫ്റ്റ് ആക്കണം. ആലിലെ താലിച്ചാർ തീ സോഫ്റ്റ് ആക്കണം. അറപ്പുരവാതിലിൽ സോഫ്റ്റ് ആക്കണം. ഞാൻ കാത്തിരുന്നു അത് സോഫ്റ്റ് ആക്കണം. പഠിക്കേ. അവിടെ വോളിയം കൂടി പോയല്ലേ? ബാക്കിയെല്ലാം ഓപ്പൺ, ആ തീ മാത്രം. തീ സോഫ്റ്റ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് തെയ്യത്തോം പാടാൻ തോന്നുന്നത്. അല്ലെങ്കിൽ വേണോ വേണ്ടേ എന്നുള്ളത് സംശയം വരും കേട്ടോ. അപ്പൊ അങ്ങനെ മണവാളൻ എത്തും നേരം അതും അതുപോലെ പാടിയേ. അത് ഭയങ്കര സംഗതിയായി. സംഗതി സോഫ്റ്റ്. ചൂടാനൊരു കുടമുള്ള മലർമാല കോർത്തിരുന്നു. ആ സംഗതി അവിടെ സ്ലിപ്പ് ചെയ്യുന്നുണ്ടേ. ചൂടാൻ അത് വേണ്ട രീതിയിൽ ചൂടുന്നില്ല കേട്ടോ. വാസക സജ്ജികയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കറക്റ്റായിട്ട് ചൂടണം. ആഹാ, പേടിച്ചു പോയി. ഇപ്പൊ പൊന്നു വിചാരിക്കുന്നു ഇയാൾ എന്തൊരു മനുഷ്യൻ, പാടുക വേണം ഇത്രയും കഷ്ടപ്പെട്ട് പാടിയത് വരെ ഇയാളെ പേടിപ്പിക്കുന്നത്. എന്ത് മനുഷ്യനെ, ഇയാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. മക്കളെ എന്തായിരുന്നു മക്കളെ പോലും മക്കളല്ലേ, ക്ഷമി. എന്നുവെച്ചാ അത് വരാൻ വേണ്ടിട്ടാണ്, ആ ഇമോഷൻ വരാൻ വേണ്ടിട്ടാണ്. അല്ലേ മധു? ഏതൊക്കെ രീതിയിൽ പറഞ്ഞ ഇമോഷണൽ ആവും. അതെ. അപ്പോ നമ്മുടെ എന്ത് സജ്ജിക അല്ല സജ്ജിക വാസക സജ്ജികേ ചായ തുപ്പി പോയി. നന്നായിട്ട് പാടി മിസ് സജ്ജിക. മധു ഒരു കാര്യം ചെയ്യും, നമ്മുടെ മീനൂട്ടിക്ക് ഒരു കുപ്പിപ്പാൽ കൊടുത്തവിടെ പല്ലവി വളരെ നന്നായിരുന്നു. ആ ചൂടാനൊരു പല്ലവിയിലെ ചൂടാനൊരു അതെങ്ങനെയാണ് പല്ലവിയിലെ? അതല്ലേ ഇപ്പൊ സോഫ്റ്റ് ആക്കണം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് മറന്നുപോയി? അപ്പൊ അത് സോഫ്റ്റ് ആയിട്ട് പാടണം കേട്ടോ. പിന്നെ കന്നിവയൽ വരമ്പത്ത് പാടിയപ്പോഴും പുള്ളുകൾ ഉറങ്ങിയിട്ടും കുറച്ച് ഷാർപ്പായി. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പല്ലിലിടിക്കണ്ട മൈക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നേ ആരെയാ നോക്കുന്നേ? ഞാൻ വിചാരിച്ച തച്ചോളി ഉദയനൻ അങ്ങനെ അവിടെ നിൽക്കണ്ടെന്നാണ് എന്റെ വിചാരം. ഈ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പോ അവിടെ എവിടെ ഉദയനൻ? അവിടെ ഇല്ല, വന്നിട്ടില്ല. നമുക്കൊന്നും കാണാൻ എനിക്ക് മനസ്സിലായത് വാസക സജ്ജിക അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെന്താ? ശരി, ചോദിച്ചതിന്റെ ഉത്തരം പറയൂ.
അല്ല നോക്കുമായിരിക്കും. ആണോ? ആള് വരുന്നോ നോക്കിക്കൊണ്ടിരിക്കോ അതോ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കോ? അല്ല പാടുന്ന നേരത്ത് നമ്മള് ക്യാമറ പക്ഷേ പാട്ട് കഴിഞ്ഞപ്പോ ആളെ വിട്ടാ? ക്യാരക്ടർ വിട്ടു. ഓതേനെ നോക്കുന്നുണ്ട് ഇടയ്ക്ക് അമ്മ. പുള്ളി എവിടെ ആണെങ്കിൽ ഇപ്പൊ കോട്ടുന്നത്. അല്ല അതല്ല വന്നില്ല, നമ്മള് കാത്തിരിക്കല്ലേ. എന്തൊക്കെ പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. വാസക സജ്ജിക. ഓക്കെ ആവണിക്കുട്ടി, എന്തോ ചേച്ചി ഈ ചിരിച്ചോണ്ട് നിന്നിട്ടേ ഈ പാട്ടിങ്ങനെ ചിരിച്ചോണ്ട് പാടിയപ്പോ ഒരു പ്രത്യേക സുഖം. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പാടിയത് കേൾക്കാൻ വേണ്ടി. ബ്യൂട്ടിഫുൾ ആയി പാടി. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇടക്കിടക്ക് എവിടെയൊക്കെ സംഗതികളുണ്ടോ അവിടെയൊക്കെ ഇത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. മറ്റേ ആ മിസ്സായി പോയ സംഗതി ഇല്ലേ, അതിന് പാടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ആക്കുന്നുണ്ടാവും ഇങ്ങനെ ആലോചിക്കായിരുന്നു ഞാൻ. അത് പാടിപ്പിച്ചായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു? എക്സ്ട്രാ മൂവ് ഉണ്ട്. രണ്ടു പ്രാവശ്യം ഇങ്ങനെ കാണിക്കണം. ഇതിപ്പോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തോലുണ്ട്. എനിക്ക് ഒരു സജഷൻ ഉള്ളത് ആവണിക്കുട്ടി, പാടുമ്പോ ഇതേ ഷോൾഡർ ഇങ്ങനെ ആയി പോണ്ട്. അപ്പൊ നമുക്ക് ബ്രെത്ത് എടുക്കാനുള്ള സ്പേസ് കുറയും കേട്ടോ. സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെയല്ലേ? ഇങ്ങനെ അങ്ങനെ നിക്കാൻ പറ്റില്ല, പാടില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെയായി പോകും നടക്കുമ്പോഴൊക്കെ. അതുപോലെ അല്ലേ? കേട്ടോ, ബാക്കിയൊക്കെ നല്ല രസമായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ഞാൻ കൊച്ചിന്റെ കൊച്ചൻ ബഹറിന്ന് വന്നു പാട്ട് കേൾക്കാനായി. ആണോ? കൊച്ചനും പിന്നെ ആരൊക്കെയാ? കൊച്ചനും എന്റെ കസിൻസും ചിറ്റി. ഹലോ. അപ്പൊ അവര് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ് കൊച്ച. അപ്പൊ ഇതൊക്കെ എനിക്ക് വേണ്ടി എടുത്തു വെച്ചാ? അല്ല കേട്ടോ, എല്ലാവർക്കും ഷെയർ ചെയ്യണം. അങ്ങനെയാ നല്ല പിള്ളേര്. എടുത്തോട്ടെ, അവിടെ കൊടുക്കണോ? ഷുഗർ കട്ട് ഷുഗർ കട്ട്. താങ്ക് യു മിസ് സജ്ജിക. കൈ കഴിക്കുന്നുണ്ടോ? ഇവിടെ വെച്ചോ. ചുമ്മാ പറഞ്ഞതായിരുന്നു. ഓക്കെ. ടെൻഷൻ കണ്ടോ? അതെ, ആ ചിരിയൊക്കെ അപ്പൊ ആ കുറച്ച് സമയത്തൊക്കെ നിൽക്കും. ചിരിയൊക്കെ പമ്പ കടന്നു. ഒരു 97. ഓക്കെ ആണോ? എന്താ സജ്ജികയുടെ മുഖം മാറിപ്പോയല്ലോ? 97 ഓക്കെ ആണോ? അവിടെ തന്നെ. പിന്നെ ആരോടാ ചോദിക്കണേ? 97 ആയിട്ട് വെക്കണോ? അത് എങ്ങനെ വേണം? കൂട്ടണോ? ഇന്ന് ബഹറിന്ന് കൊച്ചൻ വന്നോണ്ട് മാത്രം 100 for Monu today. വന്നത് കാര്യമായി. ആരായിരുന്നു? വാസക, സജ്ജിക. ആര്യ ചേച്ചി. യെസ്. ഇനി വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാവോ? ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിലും എവിടെ നിന്നാണെന്ന് അറിയാമോ? എവിടുന്നാ? ഞാൻ ഇങ്ങനെ പറയണെങ്കിൽ എവിടെ നിന്നായിരിക്കും? മീനൂട്ടിയുടെ സ്ഥലത്ത്. അതെ, ഇനി കോട്ടയത്ത് നിന്നാണ് ഒരാൾ വരാൻ പോകുന്നത്. കോട്ടയംകാരി നമ്മുടെ മൈഥിലി കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. How are you? കുട്ടി. I'm fine, thank you. Oh, thank you. Thank you so much. വളരെ പൊളൈറ്റ് ആയിട്ട് അല്ലേ? കുയിൽനാഥൻ. ആ താങ്ക് യു ഒരു ശ്രുതിയുണ്ട് കേട്ടോ. ആ ചിരിശയിലുണ്ട്. യെസ്, കൊള്ളാം. ഇനി നമുക്ക് മിണ്ടാൻ പറ്റൂല. റിയാൻകുട്ടനെ വിളിച്ചിരുന്നെങ്കിൽ അതിന്റെ പിച്ചും കൂടെ പറഞ്ഞു തന്നെ. ഇത് കൊള്ളാം കേട്ടോ. ബ്ലാക്ക്. അതെ, ബ്ലാക്ക് അല്ലല്ലോ, ഒരു മെറൂൺ കളർ, പർപ്പിളിനോട് മാച്ച് ചെയ്യുന്ന മുന്തിരിങ്ങയുടെ മുന്തിരി കളർ, വൈൻ റെഡ്. അപ്പോ ഏത് പാട്ടാണ് കുട്ടി ഇന്ന് പാടാൻ പോകുന്നത്? താമര കുമ്പിളല്ലോ മമ ഹൃദയം. യെസ്, വെരി നൈസ് സോങ്. ബാബുക്ക എവർഗ്രീൻ അല്ലേ, ക്ലാസിക്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ്. സിനിമ അന്വേഷിച്ചു കണ്ടെത്തിയില്ല. വർഷം 1967. സംഗീതം MS ബാബുരാജ് സാർ. എഴുതിയത് P ഭാസ്കരൻ മാസ്റ്റർ. പാടിയത് ജാനകിയമ്മ. പാടിക്കൊള്ളുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താമര
സൂപ്പർ സൂപ്പർ, വെരി നൈസ് വെരി നൈസ്. അവർ ഡിയർ മൈഥു എന്തോ അളന്ന് തൂക്കി കൃത്യമായിട്ട് പാടി. പ്രത്യേകിച്ചും ഫസ്റ്റ് പല്ലവി മധുവിടെ ഇരുന്ന് ആഹാ 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 പിന്നെയും പിന്നെ അടുത്തൊന്നും ഇത്രയും ആഹാ ഒന്നിച്ച് കേട്ടിട്ടില്ല. അതൊരു ബഹളം തന്നെയായിരുന്നു ആ സൈഡിൽ. ആഹാ ലൂപ്പിലായിരുന്നു കേട്ടോ. കാരണം കുറെ നാളുകൾക്ക് ശേഷം ഈ പാട്ട് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ഗ്ലുമൊക്കെ വന്നു, കുറച്ച് ഒരു ടെമ്പോ ടൈമിംഗ് വേരിയേഷൻ വന്നു, ലാഗ് വന്നു. ഒരു പല്ലവി പാടിയപ്പോ താമരക്കുമ്പിള തുണ്ട് പല്ലവി ഇല്ലേ, അറിഞ്ഞില്ലേ? ഇല്ലേ സുശാന്ത്? ആ യെസ്, അവര് താളം മറഞ്ഞു പറഞ്ഞു പോയി, നേരത്തെ തുടങ്ങി. കാകളി നിറച്ചവൻ നീയല്ലോ എന്ന് പാടിയില്ലേ, അതൊന്നുകൂടെ പാടിക്കേ. കാനനശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. അത് കേട്ടോ അപ്പൊ ഉഗ്രനായിരുന്നു. ആ സമയത്ത് ഉഗ്രനായിരുന്നു. ഇതിപ്പോ ശ്വാസം കിട്ടാണ്ടായതല്ലേ അവസാനം. ഈ പാതിരാപ്പൂ വിരിഞ്ഞു എന്ന് പാടിയില്ലേ, അത് സൂപ്പർ ആയിരുന്നു. താതാ നിൻ കൽപ്പന അതും കൂടെ കേൾക്കട്ടെ. താതാ നിൻ കൽപ്പനയാൽ പൂവനം തന്നിലൊരു പാതിരാപ്പൂവായി വിരിഞ്ഞു ഞാൻ. ഈ പാട്ട് ഇങ്ങനെ അവിടെ വിരിഞ്ഞു, ഒരു പൂ പോലെ ഇങ്ങനെ വിരിഞ്ഞു അവിടെ പാടിപ്പോ കേട്ടോ. അത് ഈസിയല്ല അത് പാടാൻ. അത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ സംഗതി അവിടെ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് വീണില്ലെങ്കിലുണ്ടല്ലോ എന്തോ പോലെ ഇരിക്കും. ഇങ്ങനെ പലരും പാടുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് മൈഥു അത് വളരെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ശ്രദ്ധ വലിയൊരു കാര്യമാണ്. ആ ശ്രദ്ധ അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ദേവ, അത് രണ്ടാമത്തെ ദേവ ഒന്നുകൂടെ പാടി ശരിയാക്കി കേൾപ്പിക്കണം. ദേവാ അത് പ്രാക്ടീസ് ചെയ്യാൻ ഒന്നുകൂടെ. നേരത്തെ പാടിയപ്പോ ഏകദേശം ഓക്കെ ആയിരുന്നല്ലോ. ഏകദേശം ഒന്നുകൂടി പാടി ശരിയാവും, ഒന്നുകൂടി പാടി ശരിയാവും. ആ കുഴപ്പമില്ല, അത് ടേക്കിൽ ഇതിനേക്കാളും നന്നായിരുന്നു. അത് നമ്മുടെ മൈഥിലിയുടെ ഒരു പ്രത്യേകതയാണല്ലോ, ടേക്കിൽ പറഞ്ഞ പോലെ പിന്നീട് പഠിപ്പിച്ച പാടില്ല. അപ്പൊ ഈ പാട്ട് പാടണമെങ്കിൽ ഒരു ഹയർ ഡിഗ്രി ഓഫ് മെച്ചൂരിറ്റി ആണ് തീർച്ചയായിട്ടും. അപ്പൊ അത് കൈമുതലായിട്ട് വരുന്നുണ്ട് എന്ന് കാണിച്ചു തരുന്നത് ആരാണ്? വേറെ ആര്? ഞാൻ നേരത്തെ പറഞ്ഞൊരു കൂട്ടത്തിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞു. വളരെ പെർഫെക്റ്റ് ആണ്. ഭൂരിഭാഗം പാടിയത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പാടിയത്. ഇപ്പൊ പറഞ്ഞ എം ജി അങ്കിൾ പറഞ്ഞ ദേവയുടെ മൈന്യൂട്ട് ചെറിയ സ്ലിപ്പായി, അത് രണ്ടാമത് പാടാൻ പറയുമ്പോൾ പറ്റുന്നില്ല, കാരണം ടേക്കിൽ നന്നായിട്ട് പാടി. എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സ്ലിപ്പ് ഉണ്ടായുള്ളൂ ആ സമയത്ത് ടേക്കില്. പിന്നെ നല്ല കൺട്രോളാണ് കേട്ടോ വോയിസിൽ, പാടുന്നതിൽ നല്ല കൺട്രോൾ ഉണ്ട്. വോളിയം കൂടുവോ കുറയോ, സംഗതികളുടെ ഒരു സ്വരം കൂടിപ്പോവോ കുറയോ, അങ്ങനെയൊന്നും സംഭവിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് മൈഥിലിക്കുട്ടിക്ക്. അപ്പോ ഞാനിപ്പോ നോക്കിയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഹരിയുടെ പാട്ട് പാടിയില്ലേ അല്ലേ, ഓൾറെഡി ഒരു പ്രൊഫഷണൽ സിംഗർ ആണ് എന്ന് പറയാൻ വേണമെങ്കിൽ ആ ക്വാളിറ്റി ഉണ്ട് എപ്പോഴും സിംഗിങ്ങില് കേട്ടോ. വെരി ഗുഡ്, ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. വെരി ഗുഡ് സിംഗർ. മൈഥിലിക്കുട്ടി, എന്തോ ഞാൻ ആ ശബ്ദത്തിന്റെ ക്വാളിറ്റി ആലോചിക്കായിരുന്നു. ആ ശബ്ദത്തിനൊരു പ്രത്യേകതരം ആ ടോണിന്റെ ആ ക്വാളിറ്റി മാറിയത് ആലോചിക്കായിരുന്നു ഈ ഒരു ടോപ്പ് സിംഗറിന്റെ ഈ ജേർണിയില്. അത് ആദ്യം കുറച്ച് ഒരു ഗ്രെയിനി, ഒരു എയറി, ബ്രെത്തി, ഹസ്കി വോയിസ് എന്ന് മാറിയിട്ട് ഇപ്പൊ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ശബ്ദത്തിലേക്ക് മൈഥിലിക്കുട്ടിയുടെ ആ ജേർണി, മൈഥിലിക്കുട്ടിയുടെ ശബ്ദത്തിന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം വരിക. ഞാൻ ഭയങ്കര പ്രൗഡാണ് മൈഥിലിക്കുട്ടിയുടെ ഈ ഒരു ജേർണിയിൽ. എനിക്ക് ആ പ്രോഗ്രസിനെ പറ്റിയാണ് ഇന്ന് പറയാൻ കൂടുതലും തോന്നുന്നത്. കാരണം ഇന്ന് പെർഫെക്റ്റ് ആയിരുന്നു പാടിയതൊക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി. ആകെ ഒരു ഗ്ലുമിന്റെ ഒരു പ്രശ്നവും പിന്നെ ഒരു ലാഗ് വന്നൊന്ന് ആ ദേവ കഴിഞ്ഞിട്ടൊന്ന് മറിഞ്ഞു വരികയും ചെയ്തു. അപ്പൊ ഗ്ലുമ് പിന്നെയും കുഴപ്പമില്ല, നമുക്കൊരു ശാരീരികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് വെക്കാം. യെസ്, പക്ഷെ മറ്റേത് മറിഞ്ഞു വരുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ വരുന്ന മിസ്റ്റേക്ക് ആണല്ലോ. ഗ്ലൂം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊരു കോൺഫിഡൻസ് കുറഞ്ഞു. അതാണ് ദേവ അങ്ങനെ ആയത്.
പക്ഷെ കുഴപ്പമില്ല, ബ്യൂട്ടിഫുൾ ആയി പാടി, നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി മൈഥിലി കുട്ടി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. മിടുക്കിയാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മൈഥിലി കുട്ടീനെ. നല്ല പ്രോഗ്രസ് ആണ് കേട്ടോ, മിടുക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ് മൈഥിലി കുട്ടി അല്ലേ? ബ്യൂട്ടിഫുൾ ആയി പാടിയ നമ്മുടെ മൈഥിലി കുട്ടിക്ക് ഇന്നത്തെ മാർക്ക് 99.25 ഔട്ട് ഓഫ് 100. നമ്മുടെ മൈഥിലി കുട്ടിയാണ് പെർഫോമർ ഓഫ് ദ ഡേ. കിൻഡർ മോക്സിന്റെ ഒരു അടിപൊളി ഉടുപ്പാണ് മൈഥിലി കുട്ടിക്ക്. മൈഥിലി കുട്ടിയുടെ പ്രോഗ്രസിനാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ സ്പെഷ്യൽ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മിടുക്കി. താങ്ക് യു രണ്ടുപേർക്കും. താങ്ക് യു. ബൈ.